ഗോഡ്സില എക്സ് കോങ് അടുത്ത ദിവസം റിലീസാകാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് ടി വി സ്പോട്ടിൽ കൂടെ തന്നെ ഏതാണ്ട് മൊത്തം മുക്കാ ഭാഗവും പടവും ഇവർ റിലീസ് ചെയ്ത് കഴിഞ്ഞു യൂട്യൂബിൽ കൂടെ തന്നെ. ഇപ്പോൾ അതാ പുതുതായിട്ട് ഒരു ട്രെയിലറും കൂടി ഇറക്കിയിട്ട് ഏതൊക്കെ സീനാണോ നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഗൂസ് ബംസ് വരേണ്ടത് അതൊക്കെ ക്ലിയർ ആയിട്ട് ആ ട്രെയിലറിൽ തന്നെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. സോ ആ ട്രെയിലർ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ഒരു ചെറിയ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും ട്രെയിലറിൽ കാണിച്ചതിൽ ഇതുവരെയും കാണിക്കാതായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു മോൺസ്റ്ററിനായിരുന്നു മോത്രേനെ. ഇപ്പോൾ ആ മോത്രേനെയും പോസ്റ്ററിൽ കൂടിയും ട്രെയിലറിലും ടീസറും ഒക്കെ കൂടി തന്നെ കാണിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ റിലീസ് ആയിരിക്കുന്ന ആ ടീസറിൽ നമ്മുടെ സൂക്കോയാണ് കോങ്ങിനെ സ്കാർക്കിങ്ങിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെ കാണിക്കുന്നത്. അതായത് ആ പച്ചപ്പ് പറഞ്ഞ ഹോളോർത്തിൻ്റെ ആ സ്ഥലത്ത് നിന്ന് ഒരുപാട് ലാവയൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്ന പോലെ സ്കാർക്കിങ്ങിൻ്റെ സ്ഥലം തന്നെ ആയിരിക്കണം അത്. ഇതിൽ ഇപ്പോൾ ഒരു കാര്യം കൂടി ടീസ് ചെയ്തിരിക്കുകയാണ്, അതായത് മെഗാ ടൈറ്റൻസ്. അതായത് ഇപ്പോൾ നിങ്ങൾ കോങ്ങും സൂക്കോയും നടന്നു പോകുന്നത് ബ്രിഡ്ജിൻ്റെ മുകളിലല്ല, ഒരു വലിയ ടൈറ്റൻ്റെ സ്കെലിറ്റൻ്റെ മുകളിൽ കൂടിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, കോങ് അതായത് കോങ് തന്നെ ആ ടൈറ്റൻ്റെ പല്ലിൻ്റെ സൈസിനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ടൈറ്റൻ എത്രത്തോളം ഉണ്ടാവും? ഇത് വെറും ഒരു ടൈറ്റൻ അല്ല, ഇത് പറക്കുന്ന ഒരു ടൈറ്റനാണ്. കാരണം അതിന് തൊട്ടപ്പുറത്ത് അതിന് വിങ്സ് ഉള്ളതുപോലെയും കാണാൻ പറ്റുന്നുണ്ട്. സോ ഫ്യൂച്ചറിൽ മെഗാ ടൈറ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഗോഡ്സില തന്നെ കോങ്ങിനെക്കാളും ഒരു കുറച്ചും കൂടി വലിപ്പം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതായത് ഗോഡ്സില വിചാരിച്ചാൽ പോലും ഈ മോൺസ്റ്ററിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇപ്പുറത്ത് മൊത്തം ലാവ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂക്കോ സ്കാർക്കിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ കോങ്ങിനെ വിളിച്ചുകൊണ്ടുവന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഇവിടെയാണ് ഓഫ് കോഴ്സ് നമ്മുടെ സ്കാർക്കിങ് ഷീമോനും അടിച്ചു വെച്ചിട്ടുണ്ടാവേണ്ടത്. അതായത് നമ്മുടെ ഷീമോ ഫ്രോസ്റ്റ് ആണല്ലോ, ഐ മീൻ ഐസ് പവർ. സോ അവിടെ ഈ ലാവയുടെ ഒക്കെ തീയുടെ ഉള്ളിൽ അത് വർക്ക് ചെയ്യത്തില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പുള്ളി. അങ്ങനെ നമ്മുടെ സ്കാർക്കിങ്ങും പുള്ളിയുടെ ടീം മെമ്പേഴ്സ് ഒന്നും പുറത്ത് വരാൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് പോലെ സാധനം വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മുടെ ട്രാപ്പർ എന്തോ ഒരു പ്രൊട്ടക്ഷനിൽ തട്ടുന്ന പോലെ കാണിക്കുന്നുണ്ട്. ആദ്യം ടീസറിൽ ഈ സീൻ കണ്ടപ്പോൾ നമ്മുടെ ഗോഡ്സിലയുടെ തന്നെ എന്തോ ഒരു ഹൈബർനേഷൻ ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ അടുത്ത ഷോട്ടിൽ നമ്മുടെ സ്കാർക്കിങ് അത് പൊട്ടിച്ച് പുറത്ത് വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. സോ ഇത് പുള്ളി പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും ഇട്ടതാ. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, പുള്ളിയുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഷീമോയും ഉണ്ട്. സോ അപ്പം മുതൽ തന്നെ ഷീമോ കൺട്രോളിലുണ്ട് അണ്ണൻ്റെ. അതായത് ആ ഹോളോ എർത്തിൽ തന്നെ നമ്മുടെ ഷീമോനെയും സ്കാർക്കിങ്ങും ഗോഡ്സിലയും കോങ്ങും വെച്ചിട്ട് തന്നെ ഒരു കിടിലം ഫൈറ്റും ഉണ്ട്. കാരണം ഈ ട്രെയിലറിൻ്റെ തന്നെ അവസാന ഷോട്ടിൽ നമ്മുടെ ഗോഡ്സിലയുടെ പുറത്ത് കയറിയിട്ട് കോങ് വരുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ അപ്പുറത്തും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ ഷീമോയുടെ പുറത്ത് കയറിയിട്ട് സ്കാർക്കിങ് വരുന്നത്. സോ അതായത് നമ്മുടെ സ്കാർക്കിങ് വേഴ്സസ് കോങ് വേഴ്സസ് ഷീമോ വേഴ്സസ് ഗോഡ്സില ഒരു കിടിലം ഫൈറ്റ് ഹോളോ എർത്തിൽ തന്നെ നടക്കാൻ പോവാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു വൈഡ് ഷോട്ടാണ്, ശ്രദ്ധിച്ചാൽ കാണാം ഇവരുടെ 4 പേരുടെ സൈസ് ഡിഫറൻസ്. ഷീമോനേക്കാളും ചെറുതാണ് ഗോഡ്സില, സ്കാർക്കിങ്ങിനെക്കാളും വലുതാണ് കോങ്. ആക്ച്വലി ഈ ഫൈറ്റിന് ശേഷമാണോ സർഫസ് വേൾഡിൽ നടക്കുന്നത്, അല്ലെങ്കിൽ സർഫസ് വേൾഡിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഫൈനൽ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല നമ്മുടെ ഹ്യൂമൻസും വേറെ ഏതോ ഒരു വാർക്കോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചിലതൊക്കെ ട്രാക്ക് ചെയ്ത് പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് സ്കാർക്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വാർ തുടങ്ങുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ടൈറ്റൻ എങ്ങനെ ഇട്ടതായിരിക്കാം. കാരണം ഒരു സീക്രട്ട് ആയിട്ടുള്ള പ്ലേസിൽ നമ്മുടെ ഹ്യൂമൻസ് നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ ഗോഡ്സിലും കോങ് ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന പോലെയുള്ള പെയിൻറ്റിങ്സ് പോലെ സംഭവത്തിൽ നമ്മുടെ ഗോഡ്സില വേറെ ഏതോ ഒരു ടൈറ്റനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് അത് ഷീമോ അല്ല, കാരണം അതിൻ്റെ സൈസ് കമ്പാരിസൺ വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഗോഡ്സിലിനേക്കാൾ ഒരുപാട് വലുതാണ്. സോ ചിലപ്പോൾ ഇനി വരുന്ന പടങ്ങളിൽ അടുത്ത വരുന്ന പടങ്ങളിലേക്കുള്ള ഒരു ലീഡായിരിക്കും ഇത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോഡ്സില ഇതിനു മുമ്പ് ഒരുപാട് മൃഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മ്യൂട്ടോ, കോങ്ങിൻ്റെ ഇനോ, നമ്മുടെ ഷീമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മൃഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഗോഡ്സിലയാണോ വില്ലൻ? ആ ഗോഡ്സിലേനെ തടുക്കാനാണ് ഇനി ഇവറ്റകളൊക്കെ വരുന്നത്. ആർക്കറിയാം, ഇനി അവസാനം അങ്ങനെ കാക്കിന്നും വരാം. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രീൻ ക്രിസ്റ്റൽസിൻ്റെ ഇടയിൽ നിന്ന് ഒരു വലിയ എനർജി പുറത്തു വരുന്ന പോലെ. അതായത് ആ ഹോളത്തിലുള്ള ആ ക്രിസ്റ്റൽസ് ഒന്നും വെറും ക്രിസ്റ്റൽസ് അല്ല, അതിൻ്റെ ഉള്ളിൽ എന്തോ പവേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തോ ഒരു ക്രിസ്റ്റൽ വെച്ചിട്ടാണ് നമ്മുടെ ഷീമോനെയും സ്കാർക്കിങ് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പല കളറിലുള്ള ക്രിസ്റ്റൽസ് ആ ഹോളത്തിലുള്ള പോലെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പല കളറിലുള്ള ക്രിസ്റ്റൽസ് പല മോൺസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ ആയിരിക്കും. കാരണം നമ്മുടെ മോത്ര ഇതേപോലെ ഒരു റെഡോ പിങ്ക് പോലത്തെ ഒരു ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ നിന്ന് ഹൈബർനേറ്റ് ആയി വരുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഫ്യൂച്ചറിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ക്രിസ്റ്റൽസും ആ മെഗാ ടൈറ്റൻസിനെയൊക്കെ വെച്ചിട്ട് വല്ല പ്രൊജക്റ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെന്താണെങ്കിലും ഈ പടത്തിൽ അതിനുള്ളൊരു ലീഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും അടുത്ത ദിവസം പടം ഇറങ്ങുമല്ലോ, പറയാം.